കമാൽ നസർ എഴുതിയ പീമ ഒരു ദേശത്തിൻ്റെ ഓർമ്മ എന്ന പുസ്തകത്തിൻ്റെ ആമുഖം. മലപ്പുറം ജില്ലയിലെ പള്ളിക്കൽ ഗ്രാമത്തിൽ ഒരു റോഡുണ്ട്, പീമ റോഡ്. ഈ പാത നിങ്ങൾക്ക് ഏതെങ്കിലും സ്ഥലത്തെയോ സ്ഥാപനങ്ങളെയോ വിദ്യാലയങ്ങളെയോ ചൂണ്ടിക്കാണിച്ചു തരുന്ന ഒന്നല്ല. പള്ളിക്കൽ ഗ്രാമത്തിൽ നിന്ന് കേരളത്തോളം വളർന്ന ആ നാട് നൽകിയ സ്നേഹ സമ്മാനമാണിത്. ഈ പാതയിലും അദ്ദേഹം ജീവിച്ചിരിപ്പില്ലാത്ത വീട്ടിലും പള്ളിക്കൽ ദേശത്തിലും സംഗീതത്തെ നെഞ്ചേറ്റിയ ഒരു ജനസമൂഹത്തിന്റെ ഉള്ളിലാകെയും പള്ളിക്കൽ മൊയ്തീൻ എന്ന ഇതിഹാസ ഗായകന്റെ ഇശലുകൾ നിലാക്കുളിരായി നിറഞ്ഞു നിൽപ്പുണ്ട്. പീമ റോഡിൽ കാലെടുത്ത് വെക്കുമ്പോൾ അന്തരീക്ഷത്തിൽ നിങ്ങൾക്ക് ആ ശബ്ദം കേൾക്കാം. ഇളം തെന്നൽ പോലെ ഇശൽ മധുരം നിങ്ങൾക്ക് നുണയാം. കാറ്റ് തൊട്ട നെൽപ്പാടങ്ങളിലൂടെ പള്ളിക്കൽ മൊയ്തീന്റെ ശബ്ദം നിങ്ങളെ തൊടും. കേരളക്കരയാകെ ഏറ്റുപാടിയ വരികൾ നിങ്ങളും അറിയാതെ മൂളിപ്പോകും. തൂരിശിനാമല താഴ്വരയിൽ ശിഖിരങ്ങളിൽ ടാറിട്ട ഈ പാതയിൽ നിന്ന് ഭൂതകാലത്തിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ ചെമ്മൺ പാതകളും അതിനു മുമ്പുള്ള നടപ്പാതകളും നെൽപ്പാടങ്ങളും ഒഴിഞ്ഞ പറമ്പുകളും കാണാം. സംഗീതവും നാടകവും സിനിമയും പാട്ടുമൊക്കെ നിഷിദ്ധമായ ഒരു കാലത്തെ കാണാം. തലയിൽ മുടി വളർത്താൻ പോലും പല കുട്ടികൾക്കും അനുവാദമില്ലാതിരുന്ന ആ കാലത്തിന്റെ ഇരുൾ തുറകളിൽ ദൈവം കനിഞ്ഞു നൽകിയ സംഗീതവാസനയിൽ മൂളിപ്പാട്ടുകൾ പാടുന്ന ഒരു കുട്ടിയെ കാണാം. പൂച്ചേങ്ങൽ അഹമ്മദിന്റെയും ബിച്ചീവിയുടെയും മൂത്ത മകനായി 1943 മൊയ്തീൻ ജനിക്കുന്നത്. ആദ്യ സന്തതിക്ക് കിട്ടുന്ന സ്നേഹവാത്സല്യങ്ങളുടെ തണലിൽ വളർന്ന കുട്ടി ബന്ധുവായ ബീരാൻ മൊയ്തീൻ കൊണ്ടുവന്ന ചവിട്ടാർമോണിയം കണ്ടപ്പോൾ ആദ്യം കൗതുകത്തോടെ നോക്കി, പിന്നെ അതിൻ്റെ ഹൃദയത്തിൽ തൊട്ടു. ഉള്ളിലെ സംഗീതം ഹാർമോണിയനാദത്തിൽ ലയിക്കുന്നത് അത്ഭുതത്തോടെ ആ കുട്ടി അറിഞ്ഞു. ആ ചവിട്ടാർമോണിയത്തിന്റെ നാദത്തിൽ നിന്ന് തൻ്റെ ഉള്ളിലെ സംഗീതത്തെ തിരിച്ചറിഞ്ഞ കുട്ടി ലോകമറിയുന്ന പള്ളിക്കൽ മൊയ്തീനായി മാറിയത് അത്ര സുഖകരമായ വഴികളിലൂടെയല്ല. ചുറ്റുമുള്ള വിലക്കുകളോടും അരുതായ്മകളോടും തമസ്സിനോടും അവന് യുദ്ധം ചെയ്യണമായിരുന്നു. മീഞ്ചന്ത ഗോപാലൻ ഭാഗവതരുടെ ശിക്ഷണത്തിൽ ശാസ്ത്രീയ സംഗീതം പഠിക്കുമ്പോൾ മൊയ്തീന് 4ാം ക്ലാസ്സുകാരനാണ്. അവന് ആദ്യം പാടിയ പാട്ട് സ്വാതന്ത്ര്യ സമര സേനാനി മുഹമ്മദ് അബ്ദുറഹിമാൻ സാഹിബിനെ കുറിച്ചാണ്. അവിടുന്ന് അങ്ങോട്ട് കല്യാണ വീടുകളിലും നാട്ടുമ്പുറത്തെ കലാവേദികളിലും പാടിയ കുട്ടി പിന്നീട് ആകാശവാണിയിലും കേരളത്തിനു പുറത്തുമായി 3000-ലധികം സ്റ്റേജുകളിൽ പാടി. ഒരു കാലം നെഞ്ചേറ്റിയ ആ പാട്ടുകൾ ഇന്നും മറവിക്ക് വഴങ്ങാതെ മാപ്പിളപ്പാട്ടിന്റെ സുവർണാന്തരീക്ഷത്തിൽ തലയുയർത്തി നിൽക്കുന്നുണ്ട്. ദേശത്തിനും ദേശത്തിനപ്പുറത്തേക്കും തന്റെ പാട്ടുകളുമായി പറന്ന പള്ളിക്കൽ മൊയ്തീൻ എന്ന കലാകാരന്റെ ജീവിതം നമ്മുടെ ചരിത്രരേഖകളിൽ കാര്യമായി അടയാളപ്പെട്ടിട്ടില്ല. പ്രശസ്ത ചരിത്രകാരനായ ഡോക്ടർ CK കരീം തന്റെ കേരള മുസ്ലിം സ്ഥിതിവിവരണക്കണക്ക് എന്ന ചരിത്ര ഗ്രന്ഥത്തിൽ കേരളത്തിലെ 100ഓളം പ്രമുഖ വ്യക്തിത്വങ്ങളെ ഉൾപ്പെടുത്തിയപ്പോൾ അതിൽ പള്ളിക്കൽ മൊയ്തീൻ എന്ന മനുഷ്യനെ അടയാളപ്പെടുത്തിയത് മാപ്പിളപ്പാട്ട് ആത്മാവിൽ ആവിഷ്കരിച്ച പ്രതിഭാസമ്പന്നൻ എന്നാണ്. പള്ളിക്കൽ ദേശത്തിന്റെ പേര് ഈ ഇശൽ തെന്നലിന്റെ പേരിനൊപ്പമാണ് അടയാളപ്പെട്ട് കിടക്കുന്നത്. നിങ്ങൾ ആ ദേശത്തിലൂടെ മുമ്പോട്ട് നടക്കുമ്പോൾ എതിരെ വരുന്ന അപരിചിതനോട് ആരാണ് പള്ളിക്കൽ മൊയ്തീൻ എന്ന് വെറുതെ ചോദിച്ചു നോക്കുക. അയാൾ നിങ്ങളെ തിരുത്തിക്കൊണ്ട് പറയും, മഹാനായ ആ പാട്ടുകാരൻ ഞങ്ങളുടെ പീമയാണ്. ഒരു ദേശം ഞങ്ങളുടെ പീമ എന്ന് സ്നേഹത്തോടെ ഈ മനുഷ്യനെ ചേർത്ത് പിടിക്കുകയാണ്. ആ അപരിചിതനെയും കടന്ന് മുമ്പോട്ട് പോകുമ്പോൾ നിങ്ങൾ ഒരു കുട്ടിയെ കണ്ടാൽ അവന് പള്ളിക്കൽ മൊയ്തീന്റെ സംഗീത ജീവിതത്തെക്കുറിച്ചോ ഇശൽ പെരുമകളെക്കുറിച്ചോ പറയാൻ അറിയില്ലെങ്കിലും തൻ്റെ ദേശത്തിന്റെ ഞരമ്പുകളിലും രക്തത്തിലും അലിഞ്ഞു ചേർന്ന പീമയുടെ പാട്ടുകളിൽ ഒന്നെങ്കിലും അവൻ നിങ്ങൾക്ക് പാടിത്തരും. അഹദായ റബ്ബും നീയേ, ആരിലും ഹുബ്ബും നീയേ, റഹ്മാനും റഹീമുമായ രക്ഷകൻ നീയേ. ഒരു കാലം നെഞ്ചേറ്റിയ ആയിരങ്ങൾ ആവർത്തിച്ചു പാടിയ പാട്ടാണത്. പീമയുടെ മാസ്റ്റർ പീസുകളിലൊന്ന്. സാക്ഷാൽ ബാബുരാജ് പോലും കയ്യടിയോടെ സ്വീകരിച്ച പാട്ട്. അതിൻ്റെ ആരോഹണാവരോഹണങ്ങളെ അതേപടി ആവർത്തിക്കാൻ ഗാനമേളകളിലും റിയാലിറ്റി ഷോകളിലും ഇന്നും ഗായകർ വിയർക്കുന്നത് നിങ്ങൾക്ക് കാണാം. അത്രയ്ക്ക് തനിമയും സ്വരശുദ്ധിയുമുള്ള പാട്ടുകളാണ് പള്ളിക്കലിൻ്റെ സ്വന്തം പീമയുടേത്. പള്ളിക്കൽ എന്ന ദേശത്തിലൂടെ നമ്മൾ ഒരു ഇശൽ ലെജൻഡിന്റെ ജീവിതത്തിലേക്ക് കടക്കുകയാണ്. അതിലെ യുദ്ധ
യുദ്ധങ്ങളും സമാധാനങ്ങളും അഭിനന്ദനങ്ങളും അപമാനങ്ങളും നമ്മൾ അറിയേണ്ടതുണ്ട്. ഹാർമോണിയ കട്ടകളിൽ വീണ സന്തോഷത്തിൻ്റെയും സങ്കടത്തിൻ്റെയും കണ്ണീരിനെ അറിയേണ്ടതുണ്ട്. ഒരു മനുഷ്യൻ രക്തം വിയർത്ത് പാടിയ സപ്തസ്വരങ്ങളെ അറിയേണ്ടതുണ്ട്. അതുവഴി ചരിത്രത്തെ അറിയുകയും വീണ്ടെടുക്കുകയും ചെയ്യേണ്ടതുണ്ട്. പീമയുടെ പാട്ടുകൾ ഏറ്റുപാടിയ 10,000-കൾക്കും പീമയുടെ ഒപ്പം വേദി പങ്കിട്ട 100-കണക്കിന് കലാകാരന്മാർക്കും ശ്രദ്ധാഞ്ജലി അർപ്പിക്കേണ്ടതുണ്ട്. സംഗീതത്തെയും മാപ്പിളപ്പാട്ടിനെയും സ്നേഹിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിലും ഈ ദേശക്കാരൻ എന്ന നിലയിലും അതിൻ്റെ കടമയും ഉത്തരവാദിത്വവുമാണ്. അതിനുള്ള എളിയ ശ്രമമാണ് ഈ പുസ്തകം. ദേശാതിർത്തികൾ കടന്ന് ഒഴുകിപ്പരക്കുന്ന ആ മധുര ശബ്ദം കേൾക്കുന്നില്ലേ നിങ്ങൾ? പീമ പാടുകയാണ്. പൂന്താരം മിന്നിടും വാനിടത്തിൽ പൂഞ്ചോല നീങ്ങും മീനാരങ്ങളിൽ പൊന്നും ബിലാലിൻ്റെ കർണമധുരങ്ങൾ പൊങ്ങിയ പൊന്നൊളി സ്ഥാനം കണ്ടു. തൂരിശിനാമല താഴ്വരയിൽ സെയ്ത്ത് മരത്തിൻ ശിഖിരങ്ങളിൽ. ചരിത്രത്തെ മറവിയാൽ പുതപ്പിച്ചു കിടത്തുന്ന വർത്തമാനകാലത്തിൽ പള്ളിക്കൽ മൊയ്തീൻ എന്ന പീമയുടെ ചരിത്രം അടയാളപ്പെടുത്തേണ്ടതുണ്ട്. വരും തലമുറകൾ മനുഷ്യ നന്മയിൽ ഊന്നി സംഗീതം ജീവവായുവാക്കി ജീവിച്ചു മരിച്ച ഈ കലാകാരനെ അടുത്തറിയേണ്ടതുണ്ട്.